ഹലോ, നമുക്ക് ഇന്ന് ഉപ്പിലിടാനായിട്ട് കുറച്ച് ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതായത് മെയിൻ ആളെന്ന് വെച്ചാൽ കാന്താരിമുളകും ലെല്ലോളിക്കയും തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ലെല്ലോളിക്ക എന്ന് പറയും, ചിലവർ ലൂബ്ലിക്ക എന്ന് പറയും. എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താ വിളിക്കണ്ടേന്നുള്ളത്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് നമ്മൾ ലെല്ലോളിക്ക എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് 1 കിലോനോളം ലെല്ലോളിക്കയും ഒരു 125 രൂപ 1 കിലോയ്ക്ക്. 1/4 കിലോ കാന്താരിമുളകിന് 100 രൂപ. അപ്പോൾ ഇത്രയും വിലയൊക്കെയാണ് ഇവിടെ കാന്താരിമുളക്. നമുക്ക് നാട്ടിൻപുറം പോലെ അല്ല, ഇവിടെയൊക്കെ കാന്താരിമുളക് വരുമ്പോഴേക്കും പൊന്നും വിലക്കൊക്കെയാണ് അവർ തന്നത്. അപ്പോൾ ഇത്തിരിയൂടെ ഗ്രാമങ്ങളിലോട്ട് പോയത് കൊണ്ടായിരിക്കാം നമുക്ക് കുറച്ചുകൂടെ ലാഭത്തിന് 1/4 കിലോനെങ്കിലും 100 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ അതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൂട്ടായിട്ട് എടുത്തേക്കണത് നമ്മുടെ നെല്ലിക്കയും ക്യാരറ്റും കുക്കുംബറും അതേപോലെ തന്നെ മാങ്ങയും എല്ലാം കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 ലിറ്ററോളം വെള്ളം, ഒരു ചെറിയ കുപ്പി വിനാഗിരി. ആ 2 ലിറ്റർ വെള്ളത്തിലേക്ക് ചെറിയ കുപ്പി വിനാഗിരിയും ഒഴിച്ച് ആവശ്യത്തിന് വേണ്ട കല്ലുപ്പും ഇട്ട് വെട്ടിത്തിളപ്പിച്ച് അത്യാവശ്യം ചെറിയ ചൂടും നിൽക്കണം, ഒത്തിരി തണുത്തും പോകാത്ത വിധം ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ എടുക്കാമെന്നുള്ളൊരൊറ്റ പ്ലാനിലാണ് ഇത് ചെയ്തത്. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല. ഇതിപ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോണേണ്. ആദ്യം ലെല്ലോളിക്ക ഇട്ട്, പിന്നെ കാന്താരിമുളക്, പിന്നെ മാങ്ങ, നെല്ലിക്ക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വെന്ത് കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് താമസം എടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് നെല്ലിക്ക മാത്രമാണ്. ലെല്ലോളിക്കയും കുക്കുംബറൊക്കെ പെട്ടെന്ന് വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് തിന്നാനായിട്ട്. കുക്കുംബറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ എടുത്തു തുടങ്ങാൻ പറ്റും. ക്യാരറ്റ് ആണെങ്കിലും മാങ്ങയാണെങ്കിലും. പിന്നെ കാന്താരിമുളക് കുറച്ച് ടൈം എടുക്കും. ഒരു 3-4 ദിവസം കഴിയാതെ കാന്താരിമുളക് നമുക്ക് വായിലോട്ട് വെക്കാനേ പറ്റൂല, അത്രയ്ക്ക് എരിവായിരിക്കും. ഇവരെല്ലാവരെയും ആദ്യമേ അടിച്ച് തീർത്തിട്ട് വെന്ത് കിട്ടാത്ത നമ്മുടെ നെല്ലിക്ക ലാസ്റ്റ് അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും ആ കാന്താരിമുളകും അതുപോലെ തന്നെ ഉപ്പും ആ വെള്ളത്തിലൊക്കെ കിടന്നുകൊണ്ടുള്ള ആ നെല്ലിക്ക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ആ നെല്ലിക്ക എടുത്ത് 2 ഉള്ളിയൊക്കെ ചേർത്ത് കുത്തിച്ചതച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ കുഞ്ഞൊരു ചമ്മന്തിയായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്, അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ വരാം. ഇതിൻ്റെ എല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ചതൊക്കെ തിന്നാനായിട്ട്. ഇതിൽ കുപ്പിയിൽ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഷോർട്സ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.